നമസ്കാരം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കോൺഗ്രസിന്റെ അവസ്ഥ ഇതാണ്. 5 വർഷം പോലും തികയാതെ വരുമ്പോൾ കോൺഗ്രസ് സർക്കാർ അങ്ങ് താഴെ വീഴും. അതാണ് എല്ലാ സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് ചാടും. ഇതാണ് കോൺഗ്രസിന്റെ രണ്ടാമത്തെ ഒരു അവസ്ഥ. മൂന്നാമത്തത്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് കള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകി അധികാരത്തിൽ വന്നിട്ട് സ്വന്തം പോക്കറ്റ് എങ്ങനെ വീർപ്പിക്കാം എന്നതിനെ പറ്റി ഗവേഷണം നടത്തും. അതോടെ തന്നെ ജനങ്ങൾക്ക് മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കും. അതാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ സിദ്ധരാമയ്യ സർക്കാർ ഇപ്പോൾ വെള്ളം കുടിക്കുന്നത്. ഖജനാവിൽ നിന്ന് പണം കൈയിട്ട് വാരുകയും അതോടൊപ്പം വലിയ അഴിമതികളൊക്കെ നടത്തി സിദ്ധരാമയ്യ ഇപ്പോൾ കേന്ദ്ര അന്വേഷണത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. നിലവിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നാൽ കോൺഗ്രസ് ഭാരതത്തിൽ തന്നെ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. അത് വിരലിൽ എണ്ണാവുന്ന സംസ്ഥാനങ്ങളിൽ. അവിടെയും നേരെ ചൊവ്വെ ഭരിക്കാൻ ഇവർക്ക് അറിയില്ല. നിലവിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഓരോ മണ്ഡലത്തിലും ഭരണത്തിൽ അങ്ങ് ചെയ്യും. ഹിമാചൽ പ്രദേശിന്റെ സാമ്പത്തിക ഭദ്രത തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഒരു ഗത്യന്തരവും ഇല്ലാതെ വന്നതോടെ അവർക്ക് കടുത്ത തീരുമാനത്തിലേക്ക് ചെന്നെത്തേണ്ടി വന്നു. സംസ്ഥാനത്തെ മന്ത്രിമാർക്കും ചീഫ് പാർലമെന്ററി സെക്രട്ടറിമാർക്കും ക്യാബിനറ്റ് പദവിയിലുള്ള അംഗങ്ങൾക്കും 2 മാസത്തേക്ക് ശമ്പളമോ ആനുകൂല്യമോ നൽകില്ല എന്നാണ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിന്റെ പ്രഖ്യാപനം. മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനത്തിന് എല്ലാ അംഗങ്ങളും സമ്മതം അറിയിച്ചതായാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വേറെ വഴിയില്ല, സമ്മതം അറിയിച്ചേ പറ്റൂ. ശമ്പളവും ഗതാഗത അലവൻസും ദിവസ ഭത്തയും 2 മാസത്തേക്ക് അനുവദിക്കേണ്ട എന്നാണ് കടുത്ത തീരുമാനം. ഇതിലൂടെ കുറച്ചു തുക മാത്രമേ ലഭിക്കാൻ കഴിയുള്ളൂ എങ്കിലും ഇത് പ്രതിയാത്മകമായ നിലപാടാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. MLA-മാരോടും സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനത്തോട് യോജിക്കാനും ശമ്പളം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സർക്കാരിന് നൽകാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പഴയ പെൻഷൻ പദ്ധതി തിരികെ കൊണ്ടുവന്നതും സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ വീതം നൽകാൻ സൗജന്യ വൈദ്യുതി വിതരണമടക്കം തീരുമാനങ്ങളാണ് സംസ്ഥാന സർക്കാരിനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. 5 ലക്ഷം സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപയും 1.36 ലക്ഷം വരുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിച്ചതും എന്നിവ വഴി യഥാക്രമം 800 കോടിയും 1000 കോടി രൂപയുമാണ് പ്രതിപക്ഷം സർക്കാരിനുണ്ടായ അധിക ബാധ്യത. 86,589 കോടിയായി സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത ഉയർന്നു. 20,639 കോടി രൂപയാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ ശമ്പളത്തിനായി മാത്രം ചെലവാക്കുന്നത്. സംസ്ഥാനത്തെ ആകെ വരുമാനത്തിന്റെ 46.3% ശമ്പളവും പെൻഷനും വായ്പാ പലിശയുമാണ് പോകുന്നത്. ഒപ്പം രാജീവ് ഗാന്ധി സ്വയം തൊഴിൽ സ്റ്റാർട്ടപ്പ് സ്കീം പ്രകാരം 800 കോടി രൂപയാണ് അധിക ചെലവായി വരുന്നത്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് എല്ലാ ഉപഭോക്താക്കൾക്കും നൽകി വന്നിരുന്ന വൈദ്യുതി സബ്സിഡി സർക്കാർ പിൻവലിച്ചു. ഇത് BPL IRD-GDP കുടുംബങ്ങൾക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുകയാണ്. 1800 കോടി രൂപയായിരുന്ന വൈദ്യുതി സബ്സിഡി വഴി സർക്കാരിനുണ്ടായ അധിക ബാധ്യത കണക്കിലെടുത്താണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് എവിടെ പോയാലും ആ സംസ്ഥാനം തകർന്ന് കുട്ടിച്ചോറാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് വേണം പറയാൻ. കോൺഗ്രസ് മാത്രമല്ല, ഇടതുപക്ഷവും ഇപ്പൊ കേരളത്തിലെ സ്ഥിതി എടുത്താലും അങ്ങനെ തന്നെയാണ്. ഒരു സംസ്ഥാനം ഭരിക്കുമ്പോൾ ആദ്യം വേണ്ടത് ഒരു പ്ലാനിങ് വേണം. അതൊരു മുഖ്യമന്ത്രിക്കായിരുന്നാലും ധനകാര്യമന്ത്രിക്കായിരുന്നാലും ആദ്യം വേണ്ടത് പ്ലാനിങ് ആണ്. അല്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ അധികാരം പിടിച്ചെടുക്കാനും വേണ്ടി തിരഞ്ഞെടുപ്പ് സമയത്ത് ആ സംസ്ഥാനത്ത് വിജയിക്കാനും വേണ്ടി ജനങ്ങൾക്ക് കള്ള വാഗ്ദാനങ്ങൾ നൽകിയാൽ അവസാനം ജനങ്ങൾ ചോദിക്കും എവിടെ വാഗ്ദാനം എന്ന്. പണ്ടത്തെ പോലെ അവർ മിണ്ടാതിരിക്കില്ല. അവർ എന്തായാലും തീർച്ചയായിട്ടും അവർ പ്രതിഷേധമായിട്ട് തന്നെ ഇറങ്ങും. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഹിമാചൽ പ്രദേശിൽ ഇനി പോയാൽ അവിടുത്തെ ജനങ്ങൾ എടുത്തിട്ട് പഞ്ഞിക്കിടും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ജനങ്ങൾക്ക് മേൽ അത്രയ്ക്ക് വലിയൊരു ഭാരമാണ് അവിടുത്തെ കോൺഗ്രസ് ജനങ്ങളുടെ മണ്ടയിലേക്ക് അടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അപ്പോൾ ഇനിയെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആദ്യം പ്ലാനിങ് വേണം. എങ്ങനെ ഖജനാവിൽ എത്ര പൈസയുണ്ട്, ഏതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കിയാൽ ലാഭമുണ്ട്, നഷ്ടം എങ്ങനെ വരും, ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി ഖജനാവ് തകർന്ന് തരിപ്പണമാവുമോ, ഇതൊക്കെ നോക്കേണ്ടത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഓരോ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് അതിനു വേണ്ടി കുറെ പൈസ ചെലവാക്കിയിട്ട് അവസാനം ആകാശത്ത് നോക്കിയിരുന്നാൽ തരില്ല. സംസ്ഥാനത്ത് പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ല എന്നത് വ്യക്തമാക്കിയാണ്.